ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ദാ നമ്മളൊരു അടിപൊളി കിടുക്കാച്ച റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാരഗൺ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി കൊഞ്ചു പൊരിച്ചത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ദാ ആവശ്യമുള്ള സാധനം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1/2 കിലോ കൊഞ്ചാണ് ഉപയോഗിക്കുന്നത്. മുളക് പൊടി, പെരിഞ്ജീരകം ചതച്ചത്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പുളി വിഴിഞ്ഞ വെള്ളം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, സവോള, തേങ്ങാ ചിരകിയത്, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത് ഇത്രയാണ് കേട്ടോ നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ ഞാൻ എന്താ കൊഞ്ചെടുത്തപ്പോൾ അതിന്റെ തല കൂടെ എടുത്തിട്ടുണ്ടേ. നല്ല ടേസ്റ്റ് ആണ് പൊരിച്ച് വരുമ്പോഴത്തേക്കും. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക്, കുരുമുളക്, മഞ്ഞപ്പൊടി. മുളക് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ പെരിഞ്ജീരകം ചതച്ചത്. ഇത് പൊടി ഇട്ട് കളയരുതേ, പൊടിയേക്കാൾ ടേസ്റ്റ് ചതച്ചതിനാണ്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഇതിന്റെ എല്ലാ അളവും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമുണ്ടല്ലോ നോക്കാനായിട്ട്. പിന്നെ ദേ നമ്മൾ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം, അതുപോലെ തന്നെ നമ്മുടെ ഈ കൊഞ്ചിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തിരുമി യോജിപ്പിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. കുറഞ്ഞത് ഒരു 15 മിനിറ്റ് എങ്കിലും വെക്കണം. നിങ്ങൾ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും നല്ലതാണ്. ഞാനിവിടെ 15 മിനിറ്റ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അത് കട്ട് ചെയ്തൊക്കെ വരാം. അപ്പൊ ദാ നമ്മളെല്ലാം കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ദാ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ നമ്മൾ പെരട്ടി വെച്ചിരുന്ന കൊഞ്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ 2 സെറ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ചിലരിത് ഡീപ്പ് ഫ്രൈ ചെയ്യും, നിറച്ച് എണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യും. അതിന്റെ ആവശ്യമില്ല കേട്ടോ. ഇരുമ്പ് പാത്രമൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താലും അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും. അപ്പൊ അതാ നമ്മുടെ കൊഞ്ചെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും വേണ്ട, 1 സ്പൂൺ മതി കേട്ടോ. ഞാൻ എല്ലാത്തിന്റെ അളവ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പൊ ദാ എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാവേ. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇത് 1 കപ്പ് തേങ്ങാ ചിരകിയതുണ്ടേ. നമുക്ക് തീയലിനൊക്കെ വറുക്കും പോലെ വേണമെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൈ മാറ്റാതെ ഇളക്കി കൊടുക്കണം, അത്രയേ ഉള്ളേ. ഇനി 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ സവോളയ്ക്കും തേങ്ങയ്ക്കും മാത്രം ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കൈ മാറ്റാതെ ഇതേ ഇളക്കി ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. മതി. ഇനി കൂടുതൽ മൂപ്പിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് കരിഞ്ഞു പോകും തേങ്ങയല്ലേ. അപ്പൊ നമുക്ക് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചു കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്കങ്ങ് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ അതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാരഗൺ സ്റ്റൈല് കൊഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തല കൂടെ ചേർക്കാം, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പൊ ഇതുവരെ ഇങ്ങനത്തെ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.